RSS പിന്നിൽ നിന്ന് ശക്തി പകർന്ന് നയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് BJP ഒറ്റയ്ക്ക് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായി BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കുട്ടിയെ ആദ്യം കൈപിടിച്ച് നടത്തേണ്ടി വരും. അങ്ങനെ കൈപിടിച്ച് നടത്താൻ ആദ്യ കാലഘട്ടങ്ങളിൽ RSS എന്ന് പറയുന്ന മാതൃസംഘടനയ്ക്ക് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ആവശ്യമായിരുന്നു. രാജ്യം, ദേശീയത, ഈ പറയുന്ന ഐഡിയോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന RSSും രാഷ്ട്രീയമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അധികാരത്തിലേക്ക്, നിയമസഭകളിലായാലും കേന്ദ്ര സർക്കാരിലായാലും അധികാരത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാർട്ടിയായി BJPയും സമാന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ RSSോ BJPയോ അല്ല എന്നേ ഉള്ളൂ. അടുത്ത ദിവസം നിങ്ങളൊക്കെ അതാണ്. അതായത് ഒറ്റയ്ക്ക് നടക്കാൻ പര്യാപ്തമായി എന്ന് JP നദ്ദ പറയുന്നതിനെ RSSനെ വേണ്ട, RSSനെ ബാൻ ചെയ്യാൻ പോകുന്നു എന്ന നറേറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഉദ്ധവ് താക്കറെയുടെ തന്ത്രമൊന്നും വിലപ്പോകില്ല. ഇതിന്റെ രണ്ടിന്റെയും മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു രാഷ്ട്രീയ വിഷയമല്ല അവർ മുന്നിൽ കാണുന്നത്. RSS മുന്നിൽ കാണുന്നത് രാജ്യത്തിന്റെ വളർച്ച, രാഷ്ട്ര പുരോഗതി, അങ്ങനെ ആ രീതിയിലാണ്. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് RSS ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അവരുടെ നേതൃത്വത്തിനോടുമൊക്കെ RSSന് അതൃപ്തി തോന്നേണ്ടത്? അവർ പറഞ്ഞ, അതായത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അങ്ങനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കയ്യടി കൊടുക്കുകയാണ്. നരേന്ദ്രമോദി വലിയ സൂപ്പർ പവറിലേക്ക്, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒറ്റ ഫിഗറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങളൊക്കെ RSSന്റെ പല നേതാക്കളോടും പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് രാഷ്ട്രമാദ്യം എന്ന ചിന്ത നരേന്ദ്രമോദിക്കുണ്ട്. അത് എത്ര വളർന്നാലും എത്ര വലുതായാലും പ്രധാനമന്ത്രിയായി 3ഓ 4ഓ വട്ടം ഇരുന്നാലും നരേന്ദ്രമോദിയുടെ മനസ്സിൽ അതുണ്ട്. അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ബേസിക്കായി നരേന്ദ്രമോദി ഒരു RSSകാരനാണ്. ആ RSSകാരൻ വളർന്ന് എത്ര പദവികളിൽ എത്തിക്കഴിഞ്ഞാലും സ്വന്തം രാജ്യം അത് ആദ്യം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. RSS വളരും, BJPയും വളരും. അടുത്ത ടേം നരേന്ദ്രമോദി തന്നെ ഭരിക്കുകയും ചെയ്യും. ഇന്ത്യ മുന്നണിയും ഉദ്ധവ് താക്കറെയും ഒക്കെ ഇങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട് ഇങ്ങനെ കൂട്ടാം എന്നത് മാത്രമാണ് മിച്ചം. ഭാരതം ഉയരണമെന്ന, രാജ്യം ഉയരണമെന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്നിച്ചു കൂടും. അവർ ഒന്നിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇപ്പോൾ ഇവിടെയുള്ളത് BJPയാണ്. ആ BJP അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും അതിന് പിന്നിൽ RSS അണിനിരക്കും.